വാ ഇറങ്ങാം. വരും ആവരുന്നോ? ഇല്ലല്ലോ. എന്നാ നിങ്ങൾ തള്ളി മേലോട്ട് വരുമോ? വണ്ടി ഇറക്കിണ്ടോന്നാ പോരെ? എന്നാ പോട്ടെ. ആ കയറുന്നതിൽ മേടിക്കാം. ഏതാ കാണിച്ചോ വാ. അപ്പോൾ ഞങ്ങളിതേ ഇന്ന് ഞങ്ങള് ആറ്റിൽ കുളിക്കാൻ പോകട്ടോ. അപ്പം അതിന് മുന്നേ അടിപൊളി താരം പോകുന്നൊരു മരുന്ന് ഇവിടെ ഉണ്ട്. അത് പറിക്കാനായിട്ട് വന്നേ. ഇതല്ലേ? ഇതാണ് കീഴാർനെല്ലി. ഇത് അരച്ചൊക്കെ തേച്ചാൽ മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്താൽ മതി തലയിൽ. അത് നിങ്ങളിവിടെ പറിച്ചു വെച്ചേക്കോ? അത് ആവശ്യത്തിന് പറിച്ചു വെച്ചോ. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വരാം. ഈ സാധനം ഇങ്ങനെ അരച്ചിട്ട് നമ്മളിന്ന് നേരെ നമുക്ക് ആറ്റിൽ പോയി കുളിക്കാല്ലേ. അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. അന്ന് ആറ്റിൽ കുളിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആറ്റിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ജലദോഷമൊക്കെ ഉണ്ട്. മിക്കവാറും ഒന്ന് വലിയ പനിയാവും. അല്ലെന്നുണ്ടെങ്കിൽ പനി ഇന്ന് പോവും അല്ലേ? അത് കുഴപ്പമില്ല, അതൊക്കെ മാറും. ലിജിക്കച്ചും വരുന്നുണ്ട് ആറ്റിൽ കുളിക്കാനായിട്ട് കേട്ടോ. കഞ്ഞി വാർത്തിട്ടോ? ആണോ? ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. നീ വരുന്നില്ലേ? അതാ നീ വരുന്നില്ല. വരണ്ട. പക്ഷെ ലിജിനെ ഇറക്കാൻ പാടാ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പാടാ. നീ ഉണ്ടായത് തന്നെ പാടാ. നോക്കട്ടെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നത് എവിടെയാന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വണ്ടി അങ്ങ് മുകളിലാണ് കിടക്കുന്നത് കേട്ടോ. അവിടെ പോയി വണ്ടി എടുത്തിട്ട് വന്നിട്ട് വേണം നമ്മുടെ പോകാൻ. അപ്പം അതിന് ഒരുപാട് ചെടികൾ കാണിച്ചു കേട്ടോ. ഇവിടെ നിൽക്കുന്നത് ഫസ്റ്റ് കണ്ട ചെമ്പരത്തി ചെടി ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതല്ല, ഇത് ഈ ചെടി ഉണ്ടോ? അടിപൊളി ചെടിയാണ്. ചെടികൾ ഇനി വരാൻ പോകണമല്ലോ, കാണിച്ചു തരാം. ഇല്ല ശ്രീക്കുട്ടാ, ഈ വഴിക്ക് മൊത്തം നല്ല നല്ല ചെടികളാണ്. ഇതൊരു ചെടി തെറ്റിയല്ല, വേറെ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ മുകളിലുണ്ട്. അത് കാണിക്കാം. ഇതതുപോലെ വേറൊരു ചെടി കേട്ടോ. നമ്മുടെ പൂവൻകോഴിയുടെ ഒക്കെ തലയിലിരിക്കുന്ന സാധനമുണ്ട്. കൊള്ളാം, അടിപൊളി ചെടി കേട്ടോ. ഇവിടെ ഫുള്ളിങ്ങനെ കളർഫുൾ ചെടികളാണ്. വേറെ ചെടി കാണിച്ചു തരാം. ഇത് സംഭവം ഒരു ഇലയാണ് കേട്ടോ. ഇല അവസാനം പൂവായിട്ട് വേറെ കളറിൽ മാറും. ഇതുണ്ടോ? ഇത് ശരിക്കും ഇലയാണ്. ഇലയുടെ കളർ മാറി 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 പച്ചയാവും കേട്ടോ. കിളുന്തായിരിക്കുമ്പം ചുവപ്പ് കളറും എല്ലാം ആകുമ്പോൾ പച്ച കളർ. ഇതിനകത്ത് എന്തോ മീനുണ്ട് കേട്ടോ. ഇത് സിലോപ്പിയ എന്തോ ഒരു മീൻ കിടക്കും. എന്താ കാണാൻ വയ്യ. ആ ചെടി വേണ്ടേ ഈ ഒരു പൂ പോലെയാവും കേട്ടോ. ശരിക്കും ഈ ഒരു ചെടിയാണ് കേട്ടോ, കളർഫുൾ ചെടി. കാണാൻ പറ്റുള്ള റോസ തന്നെ പല വെച്ചുണ്ട് കേട്ടോ. ഈ ഒരു ചെടി, ഈ ഒരു ചെടി, ഈ ഒരു ചെടി കൊള്ളാല്ലേ? ഇത് അടിപൊളി ചെടിയാണ്. ഇതെന്താ ഡബിൾ കളർ ഒരു പൂവിനകത്ത് തന്നെ. അത് വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു ചെടി. ഇത് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നേ. ഏത് പൂവാ? അത് ഞങ്ങൾ ഇന്നലെ എടുത്തായിരുന്നു. ഇത് നിറയെ പൂവാണല്ലേ? ആര്? ജമന്തി അല്ലേ ഇത്? കൊള്ളാം. പിന്നെന്താ പറയുന്നത്? ചെണ്ടുമല്ലി, ചെണ്ടുമല്ലി, ബന്തി ബന്തി ബന്തി. അതെ, ജമന്തി അല്ല, ബന്തി. ജമന്തി വേറെയാണല്ലോ. അത് കണ്ട് അടിപൊളി ചേർത്ത് നല്ല കളറായിട്ട് കൊള്ളാം. ചുമ്മാ വെച്ചേക്കടാ. ഇത് നല്ല രസം. ഈ പൂവ് കൊള്ളാം. ആണോ? അതല്ലേ, അത് എടുത്തായിരുന്നു. നല്ല പോവാണ് കേട്ടോ. ഇത് കൊള്ളാം. പിന്നെ പൂവ് അവിടെ അമ്മ അവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ അവനോട് ചോദിച്ചാ. കൊള്ളാം, എന്തായാലും അടിപൊളി. ഈ പൂ കൊള്ളാം. എവിടെ പോകണം? അപ്പം ഞങ്ങൾ മേല് വരെ പോയിട്ട് തിരിച്ച് ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഇവിടെ വെള്ളം വന്നു കേട്ടോ. നമ്മൾ വെള്ളം വാങ്ങിക്കുക. വേണ്ടേ 500 രൂപ കേട്ടോ വെള്ളത്തിന്. വെള്ളം ഇല്ലായിരുന്നു, അതുകൊണ്ട് വെള്ളം വാങ്ങി. ഇതായിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പ്ലാൻ പതിയൊന്ന് മാറ്റി കേട്ടോ. ഇവിടെ കിണറൊന്നും ഇല്ലല്ലോ. താഴെ ഒരു കുളത്തിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ എടുക്കുന്ന വെള്ളം.
പമ്പ് ചെയ്ത് അകത്തോട്ട് ഇടുക കേട്ടോ വെള്ളം. ചെറിയ മോട്ടറുണ്ട്. അത് അടങ്ങി കൊണ്ടാ പോയി. കറക്റ്റാണ് ബ്രഷ് ചെയ്ത് നോക്കടാ. ഇവിടെ ഇരിക്കാം കേട്ടോ. അപ്പോൾ അതേ വെള്ളമൊക്കെ ഇറങ്ങി ആ ചേട്ടൻ പോയിട്ടോ. ഇത് നമുക്ക് പരിചയമുള്ള ചേട്ടനാണ്. നമ്മൾ ആശുപത്രി കിടന്നപ്പോൾ ഈ ചേട്ടൻ്റെ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തോ അതാ അതെ. അവൻ കുളിക്കാൻ ഇതൊക്കെ വന്നേ. ഇപ്പൊ ചോറ് വെച്ചിട്ട് വാടാ. ചോറ് വെച്ചിട്ടോ കുറച്ചേരിക്കും. ചോറ് ഇപ്പൊ റെഡിയാവും. ചോറ് കഴിച്ചിട്ടൊക്കെ പോവാം. മാറ്റിപ്പോ ചോറൊക്കെ ദഹിക്കും വെള്ളത്തിൽ കിടന്നിട്ട്. ഇത് തുണിയൊക്കെ ബാഗിലത് കഞ്ഞി കൊടുത്തോ? നീ ഉള്ളയാണോ? കൊടുത്തോ? പിന്നെ എടുത്തു വെച്ചോ? ആര് ആണോ? എടുത്തു വെച്ചോളൂ. ലിജി അവിടെ റെഡി ആയിട്ടിരിക്കട്ടെ ആറ്റിൽ ഇറങ്ങാൻ വേണ്ടി. ഇന്ന് ലിജിനെ ഞങ്ങൾ കൊണ്ട് ആറ്റിൽ കൊണ്ട് മുക്കാൻ പോവാം അല്ലേ? ഇറങ്ങുന്നില്ലേ? കണ്ടാ മതിയോ? എന്നാ കാണിക്കാൻ കൊണ്ടോ. അത് സന്തോഷം ലിജിക്കും വരണമെന്നൊരു ആഗ്രഹം. നമ്മുടെ റോസാപ്പൂ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മള് സാധനങ്ങളൊക്കെ കയറ്റി കേട്ടോ. ചോറൊക്കെ കഴിച്ചിട്ട് പോകാൻ പോവാ. ഞാൻ അടയ്ക്കാം. അത് കിടക്കാം കുത്തിടയ്ക്കാം. അപ്പോൾ അതെ രുചിക്കൊച്ചു കൊണ്ട് കേട്ടോ. രുചിക്കൊച്ചിന് പുഴയിൽ ഒന്ന് കാണണം, കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് കയറിയതാ. എന്താ കയറണോ? ആരൊക്കെ കയറുന്ന വെച്ചാ വാ. പറ്റുന്നവരൊക്കെ കയറും, ഇല്ലാത്തവരൊക്കെ അവിടെ വെക്ക്. ദേവ അട എടുക്കണേ. ലിജിയുടെ കൂടെ ഒരാൾ കയറ്. കണ്ണപ്പം വരുന്നില്ല കേട്ടോ. കണ്ണപ്പിന് വയ്യ. അപ്പോൾ ലിജിനെ ടീച്ചറെ തള്ളിക്കൊണ്ട് പോകട്ടോ. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാല് അതെ അതെ. എന്താ പേര്? ഗോഡ്വിൻ. ആണോ? അമ്മയുടെ ആ അമ്മ എന്നും കാണുന്നതാണെന്ന് പുള്ളിക്കാരൻ്റെ അമ്മേ. വെള്ളമുണ്ടല്ലോ. ഒഴുകി പോകാനുള്ളതൊന്നും ഇല്ല. കുളിക്കാം വാ. ഗോഡ്വിൻ. ചെമ്മണ്ണാറാണോ? ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ജോലി എന്താന്ന്? ജോലി എന്താ? അതെ ഈ കുത്തനെ കാണുന്ന ഇറക്കം നമ്മൾ ഇറങ്ങി ഇങ്ങനെ പോകാൻ പോകട്ടെ. അമ്മച്ചി പോകണ്ട. ഇച്ചിരി ആരോഗ്യ കുറവ്. വട്ടം കറി വന്നേ. അപ്പൊ ഇവരെല്ലാരും കൂടെ കൂടി ലിജിയെ കൊണ്ടുപോവാട്ടോ. ദേവ ചെരുപ്പ് ഊരി മാറ്റ്. ചെരുപ്പ് ഊര്. ദേവൻ ചെരുപ്പ് മാറ്റ്. മോന്റെ ചെരുപ്പ് ഊര്. ഭയങ്കരമായിട്ട് ഉള്ളൊരു താഴ്ച കേട്ടോ. അപ്പം ലിജിക്ക് വളരെ ആഗ്രഹം, എല്ലാവരെയും പോലെ എല്ലാ ആഗ്രഹങ്ങൾ കാണത്തില്ലേ. അപ്പം അങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. പണ്ടൊക്കെ എല്ലാം സ്വാതന്ത്ര്യത്തോടെ നടക്കുന്ന ഒരാളല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിൽ അയാളെ കൂടി കൂട്ടിയത് അതാണ് കേട്ടോ. ഒരു സന്തോഷമാവട്ടെ, എത്രയും നല്ലൊരു സന്തോഷമാവട്ടെ. എല്ലാവരും പോരുമ്പോൾ വിങ്ങി അവിടെ ഇരിക്കുമല്ലയോ. അപ്പം അതുകൊണ്ട് ഞങ്ങളെന്നാൽ ഞാനും ചേച്ചിയും കുട്ടനും മാത്രം വരാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം അങ്ങനെ അവർ കേട്ടപ്പോൾ ലിജിക്ക് വരണമെന്നുള്ളൊരു സന്തോഷം. അപ്പോൾ പിള്ളേരും കൂടെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ അവനെ ലിജിയെ മാത്രം അവിടെ ഇരുത്തിയിട്ട് വരാൻ പറ്റത്തില്ലല്ലോ.
ആ ചിരി കണ്ടില്ലയോ? പിള്ളേരെ കൊണ്ട് ഇത്രയും അധ്വാനം ഉണ്ടാക്കിച്ചിട്ട് ചിരിക്കും തരുന്നിട്ടില്ലയോ? എന്താ ഇവിടെ വന്ന് തുണി കഴുകാൻ തുടങ്ങിയോ? എന്നാ ശ്രീകുട്ട വാ, ശ്രീകുട്ട. അങ്ങനെ ഞങ്ങൾ ആറ്റിലെത്തി കേട്ടോ. ഇതേ അവിടെ അവർ തുണിയലക്കും പരിപാടികൾ. ഇതേ അവിടെ എന്താ പരിപാടി എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു കേട്ടോ. എൻ്റെ തലയിലൊരു മരുന്ന് കേൾക്കാൻ വേണ്ടി അവിടെ അരച്ചോണ്ടിരിക്കും അവർ. രുചിക്കൊട്ടി ഇവിടെ ഇരുന്നിട്ട് ചോക്ലേറ്റ് ഇരിക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് ഇവിടെ വരണത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഇച്ചിരി റിസ്ക് എടുത്തിട്ടായാലും അത്ര മുകളിൽ നിന്ന് കേട്ടോ. മുകളിൽ നിന്ന് ഇവിടെ നേരെ അവളെ കൊണ്ടുവന്ന് പാവേ ഇതേലും അവിടെ കണ്ട ആൾക്കാർ കുളിക്കുന്നത്. അവിടെ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നില്ലേ? ഇടവഴിയല്ലേ? ആ പറ്റത്തില്ലായിരിക്കും. തുണി അഴിച്ചിട്ട് ഇറങ്ങി. അപ്പൊ ഞങ്ങളൊന്ന് കുളിച്ച് റെഡി ആയിട്ട്. ലിജി ഇറങ്ങുന്നുണ്ടോ? ഇതല്ലോ വേണ്ട, ഭയങ്കര തണുപ്പാണേ. വെള്ളത്തിന് ഭയങ്കര തണുപ്പിച്ച വെള്ളമാണ്. ഭയങ്കര കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ. അമ്മ തുണിയിലക്കാൻ പോകുന്നുണ്ടോ വെള്ളത്തിലിരുന്നിട്ട്? ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. ഭയങ്കര വൈബുള്ളൊരു സംഭവമാണ്. അമ്മ ഇതിനകത്തിട്ട് അതൊക്കെ ഇതിനകത്ത് സോപ്പൊടി ഇട്. ഇതിനകത്ത് സോപ്പൊടി ഇട്ട് എങ്ങനുണ്ട്? അടിപൊളി. ഭയങ്കര തണുപ്പ്. കാല് വെള്ളത്തിൽ വെക്കാൻ വയ്യ. അത് കൊള്ളാത്ത വെള്ളം. ഇതായിരുന്നു വിമാരെന്താ പരിപാടി? എൻ്റെ തലയിൽ മരുന്ന് കേൾക്കാൻ പോവാ. എടാ മരുന്ന് കേൾക്കാൻ പോകണോ? തേച്ചാ കീഴാർനെല്ലിയാണ് കേട്ടോ. കീഴാർനെല്ലി ഇറങ്ങിക്കോ. ഇറങ്ങിക്കടാ. ആ കീഴാർനെല്ലി അരച്ച് എൻ്റെ തലയിൽ തേക്കാൻ പോയിട്ടോ. താരം മാറാൻ വേണ്ടി നല്ല മരുന്നാണേ. ഒഴുകി പോല് പിടിക്കാൻ വരെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ പോലെ അവിടെ ഇറങ്ങിക്കട. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിക്കട. ഒഴുക്കില്ല കേട്ടോ. കലക്കി വിടരുത് വെള്ളം. എടാ അരച്ച് പോവുകയാണല്ലോ. ആ ഞാൻ ഡ്രസ്സ് മാറിയിട്ടെ. അപ്പോൾ അതേ അടിപൊളി വെള്ളച്ചാട്ടവും വെള്ളവും ഒക്കെ ഒരു രസമാണ്. ഒന്നും പറയാനില്ല. അടിപൊളി വൈബ്. ഇങ്ങനൊരു സംഭവം. ചിരിക്കുന്നുണ്ട് ചേട്ടാ ലിജിയാറ്റി. എനിക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവർക്ക് തണുപ്പത്തൊന്നും ഇറങ്ങുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വിഷമമില്ല. ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ വിഷമമില്ല. ഇഷ്ടപ്പെട്ടിട്ട് ഇറക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വിഷമമാണ്. ഇവിടെ നിൽക്കാൻ കുളിച്ചിട്ടെ. അമ്മ നോക്കിക്കോണേ. ഉരുട്ട് പോകാൻ നോക്കിക്കോണേ. എടാ അടയൊക്കെ വെച്ചിട്ടുണ്ട്. തിരിച്ചിരുത്തട്ടെ എന്നാ അവരെ നോക്കി. അവരെ കണ്ടിരിക്കാലോ. ഇറങ്ങുന്നില്ല നിങ്ങള്. ശ്രീകുട്ടൻ മരുന്ന് അരച്ചിട്ടുണ്ട് തലേ തേക്കാനായിട്ട്. ഞാൻ ഇരിക്കട്ടെ. എങ്ങനെ ഇറക്കും? മുടിഞ്ഞ തണുപ്പ്. നിൽക്കറില്ല പിന്നെ അങ്ങോട്ട് വേറെ നിൽക്കറില്ലെന്ന് പറയുമ്പോ കേക്കാം. ഇതടാ എല്ലാ ഭാര്യ വെള്ളത്തിൽ കളഞ്ഞു. ചേച്ചി
നല്ല പായലില്ലേ? പിള്ളേർ നല്ല കളി. പിള്ളേരുടെ കൂടെ ഇടയ്ക്കുണ്ട് കേട്ടോ. അതെ, എന്നാടാ ഞണ്ട് കാണും, ഞണ്ട്. എടാ ഞണ്ടുണ്ടാവും. അതെ, ദേവ നിന്നോട് തല നനക്കില്ലെന്ന് പറഞ്ഞില്ലേടാ? ആ വീട്ടിൽ കൊണ്ടുപോയി വറുത്ത് തിന്നാടാ. ആ വെള്ളം അമ്മേ കാലാവസ്ഥ മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലധികം കിടക്കണ്ടെന്ന് തീരുമാനിച്ച് പിന്നെ അവിടെ ലിജിക്കൊച്ച് കരക്കിരുന്ന് നമ്മളെ തന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തതിന് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണ വെള്ളത്തിലിറങ്ങിയ 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ കയറാറുള്ളൂ. പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ കയറി കേട്ടോ. ഇനി ഞങ്ങളിത് രാജകുമാരി സിറ്റി വരെ പോവാണ് കേട്ടോ. അവിടെ പോയിട്ട് ചായ കുടിക്കണം. വെള്ളത്തിൽ കുറച്ച് നേരം ഇറങ്ങി കിടന്നല്ലേ, അതുകൊണ്ട് ചായ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വരുമ്പം അവർ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഞങ്ങളിത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനി ആർക്കൊക്കെ പനി വരുന്നോ എന്തൊക്കെ വരുന്നോ എന്ത് പിടിയില്ല. എനിക്കില്ല. വരത്തില്ലേ? പുത്തൻപുരക്കിൽ വന്നു. ബസ് പോകുന്നത് കറക്റ്റ് ബസ് ഇവിടെ കൊണ്ട് നിർത്തി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് അവര് തുണിയൊക്കെ അലക്കിയിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ. അന്നവര് ആരാ എന്നിട്ട് പോയാ? അന്നവര് പെട്ടെന്നാണല്ലോ അവർ തുണിയൊക്കെ അലക്കി വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങി എനിക്ക് സാധനം കെട്ടിക്കൂടെ. നമ്മൾ നേരെ വീട്ടിൽ പോകട്ടോ, ചായ കുടിക്കണം. വീട്ടിൽ പോയിട്ട് ഗോത്രങ്ങൾക്ക് ഗവൺമെന്റ് അടുത്ത് വയ്ക്കും. എത്ര കണ്ണ് കാണാലോ അടുത്ത്. ചായ ഒന്നും വേണ്ട ആൻറ്റി, ചായ ഞങ്ങൾ കുടിച്ച് ഇപ്പൊ കുടിച്ചോളൂ. ഒന്നും വേണ്ട. റോഡ് റോഡ് രാജാക്കാട് കറക്റ്റ് ശരിയാ. ഇല്ല ഞങ്ങള് ലിജിയുടെ ചാച്ചൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഹസ്ബൻഡ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു കേട്ടോ. ഞാൻ വന്നായിരുന്നു, ലിജി വന്നില്ല. ഞാൻ വന്നോട് ഒരുപാട് നേരം ഇരുന്നിട്ടാ പോയത്. അറിയാം, അത് ഞങ്ങൾ മിണ്ടിയിട്ടൊക്കെ വലിയ പോയ അറിയാം. ഹസ്ബൻഡ് ചാച്ചൻ്റെ അമ്മയ്ക്ക് കാര്യമായിട്ട് ഓർമ്മക്കുറവുണ്ടായതുകൊണ്ടേ ലിജീനെ തന്നെ സത്യത്തിൽ മനസ്സിലായിട്ടില്ല. എന്നെ മനസ്സിലായിട്ടൊന്നുമില്ല കേട്ടോ.
അപ്പം ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് യാത്രയായിട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. അടുത്ത ദിവസം അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.